ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി തോരനാണ്. എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കക്ക ഇറച്ചി തോരൻ ഉണ്ടാക്കി നോക്കാം. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കക്ക ഇറച്ചി തോരനാണ് ഇത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ കക്ക ഇറച്ചിയാണ്. ഇത് ഇത്രയും ചെറിയ കക്ക ഇറച്ചിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഞാനിത് നല്ലതായിട്ട് ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇത്. അതിന്റെ ഉള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണിത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലത്തെ കക്ക ഇറച്ചി ഇതുപോലെ അതിന്റെ ഉള്ളിലെ അഴുക്കൊന്നും കളയില്ല, അല്ലാതെ ഒലച്ചു പിഴിഞ്ഞ് എടുക്കുകയുള്ളൂ. പക്ഷെ ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ആക്കിയാണ് എടുത്തേക്കുന്നത്. എനിക്ക് ആ കക്ക ഇറച്ചിയുടെ അങ്ങനത്തെ ഉള്ള ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് തന്നെയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 3-4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടത്. അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കക്ക ഇറച്ചിയും തേങ്ങാക്കൂട്ടും എല്ലാം കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ കക്ക ഇറച്ചി വേകാൻ വെച്ചിട്ടും 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കക്ക ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടിയുണ്ട്. അതുമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടി കുറച്ചു നേരം കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കക്ക ഇറച്ചിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇഷ്ടമില്ല എങ്കിൽ ഈ മല്ലിയില ചേർത്ത് കൊടുക്കണ്ട. ഞാനിവിടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ടേസ്റ്റിയായ കക്ക ഇറച്ചി തോരൻ റെഡിയായി. നമുക്കിനി അതൊന്ന് സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കക്ക ഇറച്ചി തോരനാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.